ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യ മലയാളിയാകാൻ അനിൽ മേനോൻ. ചരിത്രം കുറിക്കുന്ന സ്പേസ് വാക്ക് ഉടൻ ആരംഭിക്കും. വിവരങ്ങൾ നൽകാൻ സയൻസ് ഡെസ്കിൽ നിന്ന് മൈസൺ ജോസ് ചേരുകയാണ്. ഐസൻ, മറ്റൊരു മലയാളി കൂടി ചരിത്രത്തിലേക്ക് നടന്നെടുക്കുകയാണ് മറ്റൊരു ദൗത്യവുമായി. മറ്റു വിവരങ്ങൾ തീർച്ചയായും അല്പസമയത്തിനകമാണ് അനിൽ മേനോന്റെ സ്പേസ് വാക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ മലയാളിയായ ബഹിരാകാശ യാത്രികൻ കൂടിയാണ് അനിൽ മേനോൻ. നേരത്തെ പലതവണ വാർത്തകളിലൊക്കെ നിറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയും എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് നാസയുടെ ജെസിക്ക മേയറും അനിൽ മേനോനും ചേർന്നായിരിക്കും ബഹിരാകാശ യാത്ര നടത്തുക, അല്ലെങ്കിൽ ബഹിരാകാശ നടത്തം അവരുടെയാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 8:30 സമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പുറത്തേക്ക് ഈ രണ്ട് ബഹിരാകാശ യാത്രികരും എത്തുകയും എന്നിട്ട് സ്വാഭാവികമായും ഈ ബഹിരാകാശ യാത്ര പൂർണ്ണമാക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് അല്പസമയത്തിനകം തന്നെ ഈ ബഹിരാകാശ നടത്തം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പലതവണ പല വാർത്തകളിലും നിറഞ്ഞു നിന്നതുപോലെ തന്നെ മലയാളിയുടെ ആദ്യ ബഹിരാകാശ നടത്തം എന്നുള്ളതിനേക്കാൾ ബഹിരാകാശത്ത് നടക്കുന്ന ഒരു ഭാരതീയൻ എന്നുള്ളതിനേക്കാൾ ബഹിരാകാശ നടത്തവുമായി ബന്ധപ്പെട്ട പല ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് സീറോ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി ഗവേഷണങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്യുന്നുണ്ട് ബഹിരാകാശത്ത്. അത്തരത്തിൽ നടത്തുന്ന ഗവേഷണങ്ങൾക്ക് ശക്തമായ ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു അനുഭവ സമ്പത്ത് കൂടി ലഭ്യമാക്കുക എന്ന കൃത്യമായ ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമായാണ് ഈ ബഹിരാകാശ നടത്തമെന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഈ സംഭവം, അതായത് ആദ്യത്തെ മലയാളിയുടെ ബഹിരാകാശ നടത്തം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, ഐസൻ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പുകളാണ്. ഒരു ബഹിരാകാശത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിൻ്റെ ശാസ്ത്രഗതിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു മലയാളി ഉൾപ്പെട്ടത് നമ്മൾ മലയാളികൾക്ക്, ഭാരതീയർക്ക് എല്ലാവർക്കും അത്രത്തോളം അഭിമാനവും നൽകുകയാണല്ലേ? തീർച്ചയായും മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ എന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല നിരവധിയായ പ്രത്യേകതകളും ഈ ബഹിരാകാശ നടത്തത്തിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹിരാകാശ നടത്തത്തിന് ശേഷം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു അഭിമാന ദൗത്യത്തിലേക്ക് മലയാളി നടന്നെടുക്കുന്ന അപൂർവ സുന്ദരമായ കാഴ്ച. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.